നിങ്ങൾ വന്ന് നിങ്ങളുടെ പ്രഘോഷണം ആരംഭിക്കാം. ഇങ്ങനെ ഇതൊരു ട്രെയിനിങ് കൂടിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ വന്ന ആൾക്കാരായിരിക്കും ആദ്യം ഓടി വരിക. കാരണം അവർക്ക് ഇനി ഭയമൊന്നുമില്ല, ഒരു ഭയങ്കര ഫ്രീ ആയി. അപ്പോൾ എന്ത് വേണം, അവർ തന്നെ വരണോ അതോ പുതിയ ആൾക്കാർ വരണോ? പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാം അല്ലേ? അതിൽ നമുക്ക് സിസ്റ്റേഴ്സിനൊരു പ്രിഫറൻസ് കൊടുത്താലോ? ഇല്ലേ? സിസ്റ്റേഴ്സല്ലേ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളവരും, അവർ ഒരുപാട് ഉൾക്കാഴ്ചകൾ കിട്ടാൻ സാധ്യതയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം സിസ്റ്റേഴ്സിന് ഒരു പ്രിഫറൻസ് കൊടുക്കും. അല്ലെങ്കിൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കാന്ന് പറ്റും. വായ്, ആദ്യം സിസ്റ്റേഴ്സ് വാ. കം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ സങ്കീർത്തനം 57 കടന്നുപോയപ്പോൾ കിട്ടിയ ബോധ്യങ്ങൾ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം. അപ്പോൾ ബ്രദർ പറഞ്ഞു കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടന്നു പോകും, നിലനിൽക്കുന്നതല്ല, നശ്വരമായിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആ കൊടുങ്കാറ്റ് വരുന്നു എന്നറിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക് ചേർന്ന് നിൽക്കുക. ഇപ്പോൾ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിലേക്ക് കുഞ്ഞുങ്ങൾ ഓടി അണയുന്നത് പോലെ അവിടെ സുരക്ഷിതത്വം കണ്ടെത്തുക, അത് കഴിയുവോളം. അതായിരുന്നു കിട്ടിയ ഒരു പോയിൻ്റ്. രണ്ടാമത്തേത് കൃപ, ദൈവീകത മാനുഷികതയിലേക്ക് കടന്നു വരുമ്പോൾ മാനുഷികത ദൈവികതയായിട്ട് മാറുന്നു. അപ്പം അതാണ് കൃപ എന്നുള്ള വലിയ ബോധ്യം ഈ നിമിഷങ്ങളിൽ ലഭിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം എപ്പോഴും സഹായം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹായകനാണ് പരിശുദ്ധാത്മാവ്. സ്വർഗീയ അപ്പമായിട്ട് ഈശോ കടന്നു വരുന്നു. അപ്പോൾ എന്നോട് കൃപ തോന്നണമേ എന്ന് ആ പഴയ നിയമത്തിൽ അവർ പാടിക്കൊണ്ടിരുന്ന പാട്ടിന് ദൈവം നൽകിയ ഉത്തരമാണ് യേശു. ഇന്ന് അത് കൃപയായി യേശുവിലൂടെ കടന്നു വന്നു. നമ്മളത് സ്വീകരിച്ച് മാത്രം മതി എന്നുള്ള ബോധ്യം.